students, welcome back to Bosco Campus Vision. In the previous session, we had an introduction to the methods or techniques of learning business information, and we discussed the very first method, that is the reading method. So in this session, we will look into the next two methods or techniques of learning business information, that is lecture method and field study or field investigation. So the first one is lecture method. Listening to lectures by experts is another method of learning business information. Lecture method is the frequently used method of instruction and communicating information. In this method, a business expert or teacher or lecturer presents business information to the students and trainees. It is considered as a one-way communication since the lecturer is the only one speaking during the course of lecture. സോ ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെക്ചർ മെത്തേഡിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. സോ ഇവിടെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ലെക്ചറർ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് വേണ്ടുന്ന ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുകയാണ്. സോ ഇവിടെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നടക്കുന്നത്. ബിക്കോസ് ഞാൻ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതിനർത്ഥം നിങ്ങൾക്ക് ഇവിടെ റോളില്ല, ഞാൻ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നല്ല. നിങ്ങളുടെ റോൾ എന്ന് പറയുന്നത് നോട്ട് ടേക്കിംഗ് ആണ്. നോട്ട് ടേക്കിംഗ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ദ ലെക്ചർ മെത്തേഡ്. ദ സ്റ്റുഡൻസ് ആർ റിക്വയർഡ് ടു ടേക്ക് നോട്ട്സ് ഡ്യൂറിങ് എ ലെക്ചർ സെഷൻ. ദിസ് ഹെൽപ്സ് them to concentrate on what the lecturer is saying and prepare a summary of the topic covered by the lecturer for future reading. സോ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളും ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്ന വ്യക്തികളും ഇതിൽ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ആണ്. സോ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നതെങ്കിലും നിങ്ങളുടെ സൈഡിലുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് അതിൻ്റെ നോട്ട് ടേക്കിങ്ങിലൂടെയാണ്. ഈ ലെക്ചർ ചെയ്യുന്ന കാര്യങ്ങളുടെ നോട്ട്സ് കറക്റ്റായിട്ട് എഴുതിയെടുക്കുക, അതിൻ്റെ ഒരു പ്രോപ്പർ സമ്മറി ക്രിയേറ്റ് ചെയ്ത് അത് ഫ്യൂച്ചർ റീഡിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുക. സോ സ്കൂൾസിലും കോളേജസിലും മാത്രമല്ല ഈ ഒരു ലെക്ചർ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഫോളോഡ് ബൈ ദ വേരിയസ് ബിസിനസ് എൻ്റർപ്രൈസസ്. And in case of business enterprises, the recipients are not students but they are trainees. സോ കോളേജസും സ്കൂൾസും സ്റ്റുഡൻസിന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല ഈ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. പല ബിസിനസ് എൻ്റർപ്രൈസസും അവരുടെ ട്രെയിനീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡാണ് ലെക്ചറിങ് എന്ന് പറയുന്നത്. സോ ഇത് യൂസ് ചെയ്യുന്നത് വേറൊന്നുകൊണ്ടല്ല, കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു വാസ്റ്റ് ഗ്രൂപ്പിന് ഒരു സമയത്ത് ഇമ്പോർട്ടൻറ്റും എഫക്റ്റീവുമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു സം ഓഫ് ദ മേജർ ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ലെക്ചർ മെത്തേഡ്. സോ ദ ഫസ്റ്റ് ബെനിഫിറ്റ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പ്രസൻറ്റിംഗ് ഇൻഫർമേഷൻ ടു എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസിന് നമുക്കൊരു ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ സബ്ജക്റ്റ്. സോ ഇപ്പോഴത്തെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു പുതിയ സബ്ജക്റ്റാണ് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ലെക്ചറിങ് മെത്തേഡാണ്. സോ വേറെ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഇത്ര എഫക്റ്റീവായിട്ട് വരില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ലെക്ചറിങ് മെത്തേഡ് യൂസ് ചെയ്ത് ഒരു പുതിയ സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദ സ്റ്റുഡൻസ് when they do not have the sufficient time to read and reference materials as case. സോ ഇപ്പം നിങ്ങൾക്ക് ബുക്സ് ഒന്നും വായിക്കാനായിട്ടുള്ള സമയം ഇല്ലെങ്കിൽ, എന്തെങ്കിലും അർജൻറ്റ് കേസസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ കേട്ടിട്ട് ആ കണ്ടൻറ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു റെഫറൻസ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ അല്ലെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കിൻ്റെ ബുക്സൊക്കെ അവൈലബിൾ ആകാൻ ചില സമയത്ത് പാടാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് യൂട്യൂബ്സിലും പല അധികം സൈറ്റ്സിലും അവൈലബിൾ ആണ്. സോ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ലെക്ചർ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് ആ ഒരു കണ്ടൻറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനലി ഇറ്റ് അലൗസ് ദ സ്റ്റുഡൻസ് ടു ലേൺ ഇൻഫർമേഷൻ ഫ്രം ദ എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ്. സോ ഒരു പർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നല്ല നോളജുള്ള ആൾക്കാരായിരിക്കും അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുക. ഇനി അതുമല്ല, എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസോ ടോപ്പിക്സോ ഒക്കെ ആണെങ്കിൽ എക്സ്പേർട്സ് ആയിരിക്കും ആ ക്ലാസ്സുകൾ എടുക്കുന്നത്. സോ ഇപ്പം മൂക്ക് എന്ന് പറയുന്ന ഓൺലൈൻ കോഴ്സൊക്കെ അവൈലബിൾ ആണ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. സോ അത് പല യൂണിവേഴ്സിറ്റീസും ബോർഡ്സും ഒക്കെ പല എക്സ്പേർട്സിനെ വെച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതും ഒരു ഫോം ഓഫ് ലെക്ചറിങ് മെത്തേഡാണ്. സോ അതുവഴി സ്റ്റുഡൻസിന് എക്സ്പേർട്സിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവരുടെ വാസ്റ്റ് നോളജും ഒക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ സം ഓഫ് ദ മെയിൻ ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ദ ലെക്ചർ മെത്തേഡ്.
Next we will look into the major disadvantages of lecture method. First one is that the absence or lack of interaction between the lecturer and the learners is a major drawback of the lecture. സോ ലെക്ചർ മെത്തേഡിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് ആണ് ലാക്ക് ഓഫ് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ ലെക്ചർ മാത്രമാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് അല്ലെങ്കിൽ ട്രെയിനീസ് അതർ സൈഡിൽ ഇരുന്നുകൊണ്ട് അത് കേൾക്കുകയും അതിൻ്റെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുകയായിരിക്കും. സോ ടോട്ടലി നമുക്ക് ലാക്ക് ഓഫ് ഇൻ്ററാക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ലെക്ചറിങ്ങിലായാലും ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിറ്റി കുറവോ ഉണ്ടെങ്കിൽ നമുക്കത് ലെക്ചർ ചെയ്യുന്ന ആളോട് ചോദിക്കാവുന്നതാണ്. സോ ലാക്ക് ഓഫ് ഇൻ്ററാക്ഷൻ മെയിനായിട്ടും വരുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലാണ്. ഫിസിക്കൽ ക്ലാസ് റൂമിലാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആ ലെക്ചർ ചെയ്യുന്ന ആളോട് അല്ലെങ്കിൽ ടീച്ചറിനോട് അത് ചോദിക്കാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു ആക്റ്റീവ് ഇൻ്ററാക്ഷൻ ഈ ഒരു ലെക്ചർ മെത്തേഡിൽ നടക്കില്ല, അതിപ്പോൾ ഫിസിക്കൽ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും. നെക്സ്റ്റ്, there is no group thinking, discussion and practicals in the lecture. സോ ഗ്രൂപ്പ് ഡിസ്കഷൻസോ ഗ്രൂപ്പ് തിങ്കിങ്ങോ അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള പ്രാക്ടിക്കൽസോ ഒന്നും ലെക്ചർ മെത്തേഡിൽ വരുന്നില്ല. സോ ജസ്റ്റ് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രമാണ് റെസിപ്പിയൻസിന് ലഭിക്കുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അവർ ഈ ഒരു ലെക്ചർ മെത്തേഡ് വഴി അറിയുന്നില്ല. ആൻഡ് ഫൈനലി, ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എസ്റ്റിമേറ്റ് ദ പ്രോഗ്രസ് ഓഫ് ദ ലെക്ചറേഴ്സ്. സോ അനദർ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലെക്ചറിൻ്റെ പ്രോഗ്രസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. So that is all about the disadvantages of lecture method. The next method or technique of learning business information is field study or field investigation. In this method of learning business information, the student personally visits the site of a business to collect the adequate information. A field investigation is a study conducted at the original site as against reading, lecturing and seminar. സോ ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ്റെ ഒരു നെക്സ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ഫീൽഡ് സ്റ്റഡി അല്ലെങ്കിൽ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ സ്റ്റഡി നടത്തുന്ന വ്യക്തി, അതിപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻഫോർമൽ റിസർച്ചർ ആയിരിക്കാം, അദ്ദേഹം ആ ഒരു ആക്ച്വൽ പ്ലേസിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഫിസിക്കലി ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ടാണ് ആ ഒരു അഡിക്വേറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുന്നത് റീഡിങ്, ലെക്ചറിങ്, സെമിനാർ ഈ ഒരു മെത്തേഡിനെയൊക്കെ അപേക്ഷിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫീൽഡ് സ്റ്റഡി അല്ലെങ്കിൽ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. റീഡിങ് ആണെങ്കിലും ലെക്ചർ ആണെങ്കിലും സെമിനാർ ആണെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നുള്ള അറിവാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നേരിട്ട് ചെന്നിട്ടാണ് ആ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. It is one of the methods to find out answers for their questions by unearthing the truth behind a particular phenomena or area. സോ ഇപ്പോൾ ഒരു പ്രോബ്ലം നടക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അത് നടന്നു, എന്താണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ്, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള കറക്റ്റ് ട്രൂത്തും റീസണും എല്ലാം നമുക്ക് ഒരു കറക്റ്റ് പ്രൊസീജിയറിലൂടെ ഈ ഫീൽഡ് സ്റ്റഡി വഴി കണ്ടെത്താനായിട്ട് സാധിക്കും. So it is considered to be a creative learning process undertaken to acquire new knowledge and understanding in different branches of study, including business. സോ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്കിനെ പോലെയല്ല, ഇത് ഇത്തിരി കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ലേണിംഗ് പ്രോസസ്സാണ്. സോ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അത് മനസ്സിലാക്കാനും പല ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡിയിൽ, അതായത് പല മേഖലകളിൽ യൂസ് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് ടെക്നിക്കാണ് ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഫീൽഡ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഫീൽഡ് സ്റ്റഡിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലഡ് സംഭവിച്ചു കേരളത്തിൽ. സോ ഈ ഫ്ലഡ് സംഭവിച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ ഇഫക്ട്സ് എന്താണ്, ഓരോരുത്തരുടെ സിറ്റുവേഷൻ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പ്രത്യേക സ്റ്റഡി നടത്തുന്നത്. സോ ഒരു ബുക്കിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്ന് അല്ലെങ്കിൽ ലെക്ചർ ചെയ്ത് തന്ന് അറിയുന്നതിനേക്കാളും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് നേരിട്ട് ആ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഫീൽഡ് സ്റ്റഡിയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. So next we will look into some of the main features of field study or field investigation. The first feature is that the student personally visit the site of a business to collect the required information. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ആ സെയിം കാര്യം തന്നെയാണ് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു റിസർച്ചർ ആണെങ്കിലും നേരിട്ട് ആ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടാണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഡിഫറെൻറ്റ് ബിസിനസ് സിറ്റുവേഷൻ. സോ ബിസിനസ്സിലുണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങൾ പർട്ടിക്കുലറായിട്ട് അനലൈസ് ചെയ്യാനും അത് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടും ഫീൽഡ് സ്റ്റഡിയിലൂടെ സാധിക്കും.
Third, it applies logical analysis, reasoning and scientific experiments. സോ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ലോജിക്കൽ അനാലിസിസും റീസണിങ്ങും സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സും ഒക്കെ നടത്താനായിട്ടും ഫീൽഡ് സ്റ്റഡിയിൽ സാധിക്കും. അല്ലെങ്കിൽ ഈ വേരിയസ് ടെക്നിക്സ് അപ്ലൈ ചെയ്തുകൊണ്ടാവും ഫീൽഡ് സ്റ്റഡിയിൽ ഒരു സൊല്യൂഷനിലേക്ക് എത്തുക. നെക്സ്റ്റ്, ദ ടെക്നിക്സ് ഓഫ് ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ ആർ സർവേയിങ്, സാമ്പിളിംഗ്, കളക്ടിംഗ് ഡേറ്റ, മെഷറിംഗ്, എക്സാമിനിങ്, ക്ലാസിഫൈങ് ആൻഡ് റിപ്പോർട്ടിംഗ്. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു ഫീൽഡ് സ്റ്റഡി അല്ലെങ്കിൽ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റയാണ്. അതായത് നമ്മൾ ആദ്യമേ ചെന്നിട്ടാണ് അത് ഫസ്റ്റ് കളക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു ബുക്കിൽ നിന്നോ ജേർണലിൽ നിന്നോ വായിച്ചറിയുന്ന അറിവല്ല. ബുക്കിൽ നിന്നോ ജേർണൽസിൽ നിന്നോ നമുക്ക് ആ കിട്ടുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയും. ഇവിടെ പക്ഷേ ഫീൽഡ് സ്റ്റഡിയിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റയാണ്. സോ അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് സർവേയിങ്, സാമ്പിളിംഗ്, കളക്ടിങ് ഡേറ്റ, മെഷറിംഗ്, എക്സാമിനിങ്, ക്ലാസിഫൈങ് ആൻഡ് റിപ്പോർട്ടിംഗ്. സോ ഇത്രയും ടെക്നിക്സ് ഉപയോഗിച്ച് ഒരു വാസ്റ്റ് പ്രൊസീജിയറിലൂടെയാണ് ഒരു ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. Next, it is conducted to find out answers for the questions in the mind of a student by unearthing, that means exposing the truth behind a particular phenomenon or situation. സോ ഇവിടെ നമ്മൾ നേരിട്ട് ഇറങ്ങി ചെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡിലുള്ള ഏതൊരു ക്വസ്റ്റ്യനും ആ ഒരു റെസ്പോണ്ടൻറ്റിനോട് ചോദിക്കാവുന്നതാണ്. അത് ചോദിച്ച് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കറക്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു തരത്തിലുള്ള ഫോൾസ് ഇൻഫോർമേഷനും കൊടുക്കേണ്ടി വരത്തില്ല. എല്ലാം കറക്റ്റ് കാര്യങ്ങളായിരിക്കും ഫീൽഡ് സ്റ്റഡി അല്ലെങ്കിൽ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഫീൽഡ് സ്റ്റഡി ഓർ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ. So in this session we discussed the next two methods of learning business information, that is lecture method and field study or field investigation. We discussed the concept of lecture method, its main advantages and disadvantages, the concept of field study and field investigation, and the main features of field study. Hope all are clear with the topic. Thank you.